ഐതിഹ്യങ്ങൾ നിറഞ്ഞ അനേകം മനകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിൽ പ്രശസ്തമായ ഒരു മനയാണ് തൃശൂർ ജില്ലയിലുള്ള പാമ്പുമേക്കാട്ടുമന. മനയുടെ പേരിലുള്ള പാമ്പ് തന്നെയാണ് മനയെ പ്രശസ്തമാക്കുന്നത്. ഇന്ന് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ സർപ്പാരാധന കേന്ദ്രമാണ് പാമ്പുമേക്കാട്ടുമന. സർപ്പദോഷം മാറാനും ആരാധനയ്ക്കും എത്തുന്നവർ മാത്രമല്ല, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കഥകളുടെ പൊരുൾ നേരിട്ട് കണ്ടറിയാനും ഒട്ടേറെ ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഈ മനയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലെങ്ങും സർപ്പസാന്നിധ്യമുള്ളതുപോലെ തോന്നും. വള്ളിപ്പടർപ്പുകൾ വിരിച്ചു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ, ഭിത്തികളിൽ തെളിയുന്ന നാഗരൂപങ്ങൾ. പടിപ്പുര മാളിക തുറന്നു ചെല്ലുമ്പോൾ അതിപുരാതനമായ 8 കെട്ടുകളോട് കൂടിയ മണിമാളിക കാണാം. പാമ്പുമേക്കാട്ടുമന ഒരു ആരാധനാലയം എന്ന രീതിയിലല്ല അറിയപ്പെടുന്നത്. ദേവാലയം അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ ഭക്തർക്ക് പ്രവേശനമില്ല. പാമ്പുമേക്കാട്ടുമനയെ കുറിച്ചുള്ള കഥ നോക്കാം ഇനി. ആയിരക്കണക്കിന് വർഷം മുമ്പ് നടന്ന കഥയാണിത്. മന്ത്രവാദത്തിൽ മേക്കാട്ടുമനക്കാരെ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ടെന്തു കാര്യം? അടുപ്പിൽ പുകയെരിയുന്നത് വല്ലപ്പോഴും മാത്രമായിരുന്നു. ദാരിദ്ര്യം അകറ്റാൻ വഴിയെന്താണെന്ന് ചിന്തിച്ച് മനയ്ക്കലെ മൂത്ത നമ്പൂതിരിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഭജന വിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഭജനം നീണ്ടുപോയി. ഒരു ദിവസം സർപ്പരാജനായ വാസുകി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വാസുകിയുടെ കയ്യിൽ അമൂല്യമായ മാണിക്യക്കല്ലുണ്ടായിരുന്നു. കുടുംബത്തിലെ ദാരിദ്ര്യം മാറ്റാൻ കനിഞ്ഞരുളണമെന്ന് നമ്പൂതിരി വാസുകിയോട് അപേക്ഷിച്ചു. വാസുകിയാകട്ടെ അതിനായി എന്തൊക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളും നൽകി ആ മാണിക്യക്കല്ല് അദ്ദേഹത്തിന് നൽകി. അന്നു മുതൽ സർപ്പങ്ങൾ മനയിലെ പരദേവതയായി. മേക്കാട്ടുമന പാമ്പുമേക്കാട്ടുമന എന്നറിയപ്പെടാൻ തുടങ്ങി. വാസുകിയിൽ നിന്ന് ലഭിച്ച മാണിക്യക്കല്ല് ഈ മനയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. നടുമുറ്റത്ത് പ്രതിഷ്ഠയുള്ള മുല്ലക്കൽ ഭഗവതിയാണ് ഇല്ലത്തെ പ്രധാന ദേവത. ഇതിനോട് ചേർന്ന മനയുടെ കിഴക്കിനിയിൽ വാസുകിയെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ച ഇടത്ത് ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് മനയിലെ അംഗങ്ങൾക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. എങ്കിലും കെടാവിളക്കിലെ എണ്ണയും മഷിയും എല്ലാ ഭക്തർക്കും നൽകി വരുന്നു. മനയ്ക്ക് ചുറ്റുമായി 5 കാവുകളുണ്ട്. ഇതിൽ തെക്കേ കാവാണ് ഏറ്റവും പ്രധാനം. നാനാദേശങ്ങളിൽ നിന്ന് ആവാഹിച്ചു കൊണ്ടുവരുന്ന കാവുകളിലെ സർപ്പദൈവങ്ങളെയെല്ലാം പ്രതിഷ്ഠിക്കുന്നത് ഈ കാവിലാണ്. നാഗങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ജീവിത രീതിയാണ് മനയിലുള്ളവർ പിന്തുടരുന്നത്. മനപ്പറമ്പ് കിളക്കുകയോ ഉഴുതുമറിക്കുകയോ ചെയ്യരുതെന്നും പറമ്പിന്റെ ഒത്ത നടുവിലുള്ള 8 കെട്ടിലെ അടുക്കളയിലല്ലാതെ മറ്റൊരു ദിക്കിലും തീ കത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. മനയിലെത്തുന്ന പാമ്പുകളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കാനും പാടില്ല. പാമ്പുമേക്കാട്ടുമനയിലെ അംഗങ്ങൾ നാഗങ്ങളെ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുക. മനയിൽ ഒരു ജനനമുണ്ടായാൽ ശിശുവിനെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തുമത്രേ. മരണം സംഭവിച്ചാൽ ഒരു പാരമ്പര്യവും മരിക്കുമെന്നാണ് വിശ്വാസം. പറമ്പിലെങ്ങും തീ കത്തിക്കാൻ അനുവാദമില്ലാത്തതിനാൽ തെക്കേക്കാവെന്നറിയപ്പെടുന്ന തെക്കേ പറമ്പിലാണ് പാരമ്പര്യത്തിനും നമ്പൂതിരിക്കും ചിതയൊരുക്കുന്നത്. മനയിൽ ഒരു ജനനം നടന്നാൽ കുഞ്ഞിനെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തും. പറമ്പിൽ മരിച്ചു കിടക്കുന്ന പാരമ്പര്യത്തെ ആചാരവിധികളോടെയാണ് സംസ്കരിക്കുക. മനയിലെ ആർക്കും സർപ്പദംശം ഏൽക്കാറില്ലെന്ന വിശ്വാസവുമുണ്ട്. നൂറും പാലും സർപ്പബലി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ.